സ്റ്റുഡൻസ്, നമ്മൾ എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റ് ആണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൻ്റെ പാർട്ട് 3 ആണ്. എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റ് എന്ന് പറയുന്നത് ഒരു നോർമലി ഓഫ് മോസ്ഫെറ്റ് ആണ്. അതായത് എൻഹാൻസ്മെൻറ്റ് മോഡിൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. ഇപ്പോൾ എൻ ചാനൽ എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റ് ആണെങ്കിൽ പോസിറ്റീവ് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് കൊടുക്കണം. പി ചാനൽ എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റ് ആണെങ്കിൽ നെഗറ്റീവ് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് കൊടുക്കണം. അതിൻ്റെ ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇനി നമുക്ക് പറയാനുള്ളത്. ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സിനെ നമ്മൾ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്നും പറയാറുണ്ട്. ഔട്ട്പുട്ടിലെ വോൾട്ടേജും ഔട്ട്പുട്ടിലെ കറൻറ്റും തമ്മിലാണ് അത് പ്ലോട്ട് ചെയ്യുന്നത് അറ്റ് കോൺസ്റ്റൻറ്റ് ഇൻപുട്ട് വോൾട്ടേജ്. അപ്പോൾ ഔട്ട്പുട്ടിലെ കറൻറ്റും ഔട്ട്പുട്ടിലെ വോൾട്ടേജും, ഔട്ട്പുട്ടിലെ കറൻറ്റ് ID, ഔട്ട്പുട്ടിലെ വോൾട്ടേജ് VDS, ഇൻപുട്ട് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം. അതായത് VGS കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം. ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആക്കി വെച്ച് ഡ്രെയിൻ കറൻറ്റും ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജും തമ്മിലുള്ള റിലേഷനാണ് പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് 0 ആണെങ്കിൽ ഇത് നോർമലി ഓഫ് മോസ്ഫെറ്റ് ആണ്. എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റ് ടേൺ ഓൺ ആകാൻ ആവശ്യമായി വരുന്ന മിനിമം വാല്യൂ ഓഫ് വോൾട്ടേജിന്, ഗേറ്റ് സോഴ്സ് വോൾട്ടേജിനെയാണ് നമ്മൾ ത്രെഷോൾഡ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ വെൻ VGS ഈസ് ലെസ് ദാൻ VGS ത്രെഷോൾഡ് ദർ ഇസ് നോ ഇൻഡ്യൂസ്ഡ് ചാനൽ ആൻഡ് ദെയർഫോർ ഡ്രെയിൻ കറൻറ്റ് ബിക്കംസ് 0. ഓക്കെ, VGS ത്രെഷോൾഡ് വാല്യൂവിനേക്കാൾ കുറവാണെങ്കിൽ അവിടെ ചാനൽ ഇൻഡ്യൂസ് ചെയ്യുന്നതില്ല, അതുകൊണ്ട് തന്നെ ഡ്രെയിൻ കറൻറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ അവിടെ ചെറിയൊരു കറൻറ്റ് ഫ്ലോ ചെയ്യുന്നുണ്ട്. കാര്യം തെർമലി ജനറേറ്റഡ്, അതായത് മൈനോറിറ്റി ഇലക്ട്രോൺസ്, പി സബ്സ്ട്രേറ്റിലുള്ള മൈനോറിറ്റി ഇലക്ട്രോൺസ്, തെർമലി ജനറേറ്റഡ് മൈനോറിറ്റി കാരിയേഴ്സ് കാരണം ഒരു വളരെ ചെറിയൊരു എമൗണ്ട് ഓഫ് കറൻറ്റ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, VGS ത്രെഷോൾഡിന് ഈക്വൽ ആകുമ്പം എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റ് ടേൺ ഓൺ ആവുകയും ചാനൽ ഇൻഡ്യൂസ് ചെയ്ത് എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റ് ഓണായി ഡ്രെയിൻ കറൻറ്റ് ഫ്ലോ ചെയ്യുകയും ചെയ്യും. സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്ക് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്, VGS ത്രെഷോൾഡിൽ താഴെയാണെങ്കിൽ അവിടെ ഡ്രെയിൻ കറൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, എപ്പോഴാണോ VGS ത്രെഷോൾഡിന് ഈക്വൽ ആകുന്നത് അപ്പോൾ എന്ത് ചെയ്യുന്നു? ചാനൽ ഇൻഡ്യൂസ് ചെയ്യുകയും ഡ്രെയിൻ കറൻറ്റ് ഫ്ലോ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തെ റീജിയൻ എന്താണ്? കട്ട് ഓഫ് റീജിയൻ ആണ്. അപ്പോൾ കട്ട് ഓഫ് റീജിയനിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ത്രെഷോൾഡ് വോൾട്ടേജിനേക്കാൾ താഴെയായിരിക്കും. അവിടെ ഡ്രെയിൻ കറൻറ്റ് 0 ആയിരിക്കും. സെക്കൻഡ് റീജിയൻ എന്ന് പറയുന്നത് ലീനിയർ റീജിയൻ ആണ്, അല്ലെങ്കിൽ ലീനിയർ റീജിയൻ അല്ലെങ്കിൽ ഓമിക് റീജിയൻ എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ഈ റീജിയൻ, അതായത് ഈ റീജിയനിൽ ഇത് കട്ട് ഓഫ് ആണ്. VGS ത്രെഷോൾഡിനേക്കാൾ VGS ത്രെഷോൾഡ് 0 ആണ്. അപ്പോൾ എപ്പോഴാണോ VGS നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് പോസിറ്റീവിലേക്ക് എത്തി, അതായത് ഇത് എൻ ചാനൽ എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റിൻ്റെ ക്യാരയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ VGS +1 ആയി. അപ്പോൾ എന്ത് സംഭവിച്ചു? എപ്പോഴാണോ ത്രെഷോൾഡ് വോൾട്ടേജിനേക്കാൾ കൂടുതലാവുന്നത് അപ്പോൾ ഡ്രെയിൻ കറൻറ്റ് എന്ത് ചെയ്യാൻ തുടങ്ങും? ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്ലൈ ചെയ്യുന്ന ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് എന്ത് ചെയ്തു? ത്രെഷോൾഡ് വോൾട്ടേജിനേക്കാൾ കൂടുതലാവുമ്പോൾ ആ ഡ്രെയിൻ കറൻറ്റ് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. ഈ റീജിയനെയാണ് നമ്മൾ ഓമിക് റീജിയൻ, കറൻറ്റ് കൂടുന്ന ആ റീജിയനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓമിക് റീജിയൻ എന്ന് പറയുന്നത്. ഈ റീജിയൻ, അതായത് ഇപ്പോൾ VGS +2 ആണെങ്കിൽ ഇത്രയും റീജിയനാണ് ഇതിൻ്റെ ഓമിക് റീജിയൻ. ഇത് സാച്ചുറേഷൻ റീജിയൻ, ഈ പോർഷൻ കട്ട് ഓഫ് റീജിയൻ. ഈ രീതിയിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ VGS 30 വോൾട്ടിൻ്റെ കേസാണെങ്കിൽ ഈ ഒരു റീജിയനാണ് ഇതിൻ്റെ കട്ട് ഓഫ് റീജിയൻ എന്ന് പറയുന്നത്. ഈ റീജിയനാണ് ഇതിൻ്റെ കട്ട് ഓഫ്. ഇത് ഇത്രയാണ് അതിൻ്റെ ഓമിക് റീജിയൻ. ഇവിടെയാണ് ഓമിക് റീജിയൻ. ഇത് അതിൻ്റെ സാച്ചുറേഷൻ റീജിയനാണ്. ഓമിക് റീജിയനെ നമ്മൾ ലീനിയർ റീജിയൻ എന്ന് പറയാറുണ്ട്, ട്രയോഡ് റീജിയൻ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഓമിക് റീജിയനിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ത്രെഷോൾഡ് വോൾട്ടേജിനേക്കാൾ കൂടുതലായിരിക്കും. അവിടെയുള്ള ഡ്രെയിൻ കറൻറ്റ് ഇക്വേഷൻ ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെന്നുള്ളവർക്ക് നമുക്കത് പഠിക്കാൻ പറ്റും. അതായത് ഇതാണ് VGS എന്ന് പറയുന്നത് ത്രെഷോൾഡ് വോൾട്ടേജിനേക്കാൾ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെയുള്ള VDS എന്ന് പറയുന്നത് ലെസ് ദാൻ VGS മൈനസ് V ത്രെഷോൾഡ് ആയിരിക്കും. അപ്പോൾ അവിടെയുള്ള ഡ്രെയിൻ കറൻറ്റാണ് μN COX, ഓക്സൈഡ് ലെയറിൻ്റെ കപ്പാസിറ്റൻസ്, ഡൈഇലക്ട്രിക്കിലുള്ള ഓക്സൈഡ് ലെയറിൻ്റെ കപ്പാസിറ്റൻസ് ആണ് COX. MUN എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ മൊബിലിറ്റിയാണ്, ഇലക്ട്രോൺ മൊബിലിറ്റിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. W എന്ന് പറയുന്നത് അവിടുത്തെ അതായത് മോസ്ഫെറ്റിൻ്റെ W/L എന്ന് പറയുന്നത് മോസ്ഫെറ്റിൻ്റെ ആസ്പെക്ട് റേഷ്യോ ആണ്. VGS - VTS × VDS - VDS²/2. അതിൻ്റെ അനാലിസിസൊക്കെ എഞ്ചിനീയറിങ്ങിന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാറുണ്ട്. ഇനി അടുത്ത റീജിയൻ എന്ന് പറയുന്നത് ഈ റീജിയനാണ് സാച്ചുറേഷൻ റീജിയൻ. സാച്ചുറേഷൻ റീജിയനിൽ അപ്പോൾ സാച്ചുറേഷൻ റീജിയൻ, അപ്പോൾ 3 റീജിയനായിട്ട് പറയാം. കട്ട് ഓഫ് റീജിയൻ, ലീനിയർ റീജിയൻ ഓർ ഓമിക് റീജിയൻ, അടുത്തത് സാച്ചുറേഷൻ റീജിയൻ.
അപ്പോൾ അങ്ങനെ 3 റീജിയനായിട്ട് എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റിൻ്റെ ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സിന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഓർക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ മോസ്ഫെറ്റ് ഒരു കോൺസ്റ്റൻറ്റ് കറൻറ്റ് സോഴ്സ് അല്ലെങ്കിൽ വോൾട്ടേജ് വേരിയബിൾ റെസിസ്റ്ററായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മോസ്ഫെറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ വോൾട്ടേജ് വേരിയബിൾ റെസിസ്റ്റർ ഓർ ഇറ്റ് ആക്ട് ആസ് എ കോൺസ്റ്റൻറ്റ് കറൻറ്റ് സോഴ്സ്. അതുപോലെ തന്നെ ഇതിൻ്റെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഗേറ്റ് സോഴ്സ് വോൾട്ടേജ്, അതായത് ഇൻപുട്ടിലെ വോൾട്ടേജ് ഔട്ട്പുട്ടിലെ കറൻറ്റും തമ്മിലുള്ള റിലേഷനാണ്. ഐഡിയും വി ജി എസും തമ്മിലുള്ള റിലേഷനാണ് അറ്റ് കോൺസ്റ്റൻറ്റ് വി ഡി എസ്. അതാണ് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡയഗ്രത്തിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്, വി ജി എസ് ത്രഷോൾഡ് ആകുമ്പോൾ മാത്രമാണ് ഡ്രെയിൻ കറൻറ്റ് എന്ത് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യുന്നത്. വി ജി എസ് അതായത് ഇതാണ് ത്രഷോൾഡ് വാല്യൂ. ഈ ത്രഷോൾഡ് വാല്യൂ എത്തുമ്പോഴാണ് കറണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങുന്നത്, ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് എപ്പോഴാണോ ത്രഷോൾഡ് വാല്യൂവിനേക്കാൾ കൂടുതലാവുന്നത് അപ്പോഴാണ് കറണ്ട് ഷാർപ്പായിട്ട് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഈ മോസ്ഫെറ്റ്. ഇതിനകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. ഡ്രെയിൻ കറണ്ട് ഈക്വൽ ടു K ഇൻറ്റു വി ജി എസ് മൈനസ് വി ജി എസ് ത്രഷോൾഡ് ദ ഹോൾ സ്ക്വയർ. അത് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്. ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സിൽ ഓർക്കേണ്ടത് ഡ്രെയിൻ കറൻറ്റും ഗേറ്റ് സോഴ്സ് വോൾട്ടേജും തമ്മിലുള്ള റിലേഷനാണ് അറ്റ് കോൺസ്റ്റൻറ്റ് വി ഡി എസ്. എപ്പോഴാണോ വി ജി എസ് ത്രഷോൾഡിനേക്കാൾ കൂടുതലാകുന്നത് അപ്പോഴാണ് മോസ്ഫെറ്റ് ഓണായി ഡ്രെയിൻ കറൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നത്. ഇനി നമ്മൾ പറയുന്നത് മോസ്ഫെറ്റും ജെഫെറ്റും തമ്മിലുള്ള കമ്പാരിസൺ. ജെഫെറ്റ് ജംഗ്ഷൻ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ, മോസ്ഫെറ്റ് മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. ജെഫെറ്റ് ഡിപ്ലീഷൻ മോഡിലും മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. മോസ്ഫെറ്റിന് ഡിപ്ലീഷൻ മോഡിലും എൻഹാൻസ്മെൻറ്റ് മോഡിലും വർക്ക് ചെയ്യാൻ പറ്റും. ഇൻപുട്ട് ഇമ്പിഡൻസും മോസ്ഫെറ്റിന് കൂടുതലാണ്, പക്ഷേ ജെഫെറ്റിന് കൂടുതലാണ്, മോസ്ഫെറ്റിന് വളരെ കൂടുതലാണ്. 10⁻14 മെഗിൽ വരെ വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ജെഫെറ്റാണ് ഫാബ്രിക്കേറ്റ് ചെയ്യാൻ, മാനുഫാക്ചറിങ് പ്രോസസ്സ് സിമ്പിളായിട്ടുള്ളത്. ഇതിനകത്ത് സിലിക്കൺ ഡൈ ഓക്സൈഡ് ലെയറും ഒക്കെ പ്ലേസ് ചെയ്യാനുള്ളത് കൊണ്ട് അതിൻ്റെ മാനുഫാക്ചറിങ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ജെഫെറ്റിൻ്റെ കേസിൽ ഡാമേജ് കുറവാണ്, ഡാമേജ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതിൻ്റെ ഇൻപുട്ട് കപ്പാസിറ്റൻസ് വളരെ കൂടുതലാണ്. മോസ്ഫെറ്റിൻ്റെ കേസിൽ ഇൻപുട്ട് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഈ മെറ്റൽ ഓക്സൈഡ് ലെയർ ഉണ്ടല്ലോ, ആ മെറ്റൽ ഓക്സൈഡ് ലെയർ ഇൻപുട്ട് കപ്പാസിറ്റൻസിനെ റിഡ്യൂസ് ചെയ്യിക്കാൻ പറ്റും. കാര്യം അതിൻ്റെ ഡയമെൻഷൻസ് റിഡ്യൂസ് ചെയ്ത് നമുക്ക് ഇൻപുട്ട് കപ്പാസിറ്റൻസ് റിഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് തന്നെ ആ ലെയറിന് ഡാമേജ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മോസ്ഫെറ്റിന് ഹൈ സ്പീഡ് സ്വിച്ചിങ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റും. നോയ്സ് മോസ്ഫെറ്റിന് വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഓർക്കുക. മോസ്ഫെറ്റ് മെയിനായിട്ടുള്ള ഡിഫറൻസ് ജെഫെറ്റ് ഡിപ്ലീഷൻ മോഡ് മാത്രമേ ഉള്ളൂ, മറ്റേതിന് എൻഹാൻസ്മെൻറ്റ് ഡിപ്ലീഷനും പോസിബിളാണ്. ഇൻപുട്ട് ഇമ്പിഡൻസും മോസ്ഫെറ്റിനാണ് കൂടുതൽ, നോയ്സ് വളരെ കുറവാണ് മോസ്ഫെറ്റിൽ, കുറേ കൂടി സ്വിച്ചിങ് സ്പീഡ് കൂടുതലുള്ളത് മോസ്ഫെറ്റിലാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക.